Test for absolute convergence. So we have learned what absolute convergence of a series means. Now we'll just consider some of the test to test absolute convergence. Okay, the first one is limit comparison test. നമ്മൾ സാധാരണ സീരീസിന് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. The test is suppose x equal to xn and y equal to yn are non-zero real sequences, and suppose that the following limit exist r equal to limit mod xn by yn എന്ന് പറയുന്ന ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ if r not equal to 0 then sigma xn is absolutely convergent if and only if sigma yn is absolutely convergent. അപ്പോൾ ആ ലിമിറ്റ് നോൺ സീറോ ആണെങ്കിൽ സിഗ്മ എക്സനും സിഗ്മ വൈ എനും ഒരുപോലെ കൺവേർജ് ഡൈവേർജ് ചെയ്യും. ആറ് സീറോ ആണെങ്കിൽ സിഗ്മ വൈ എൻ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെങ്കിൽ സിഗ്മ എക്സനും അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണ്. ഇത് നമ്മൾ സാധാരണ സീരീസിൻ്റെ കേസിൽ ചെയ്തിട്ടുണ്ട്. പ്രൂഫ് ഇവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ യു ജസ്റ്റ് ഫൈൻഡ് ദ ലിമിറ്റ് മോഡ് എക്സൻ ബൈ വൈ എൻ. If the limit is non-zero, both the series will converge or diverge together. If r is equal to 0 and if sigma yn converges, then sigma xn also will converge. Okay, that is the first test. We will discuss all the tests together and we will do problems. Okay, second test is Cauchy's root test. Suppose you are given x equal to xn, a sequence in R, and suppose that the limit r equal to limit mod xn raised to 1 by n. അതായത് xn raised to 1 by n പറയുമ്പോൾ nth root of mod xn. Okay, suppose r equal to limit nth root of mod xn or mod xn raised to 1 by n exists, then sigma xn is absolutely convergent when r is less than 1, divergent when r is greater than 1, and definitely when r equal to 1 the test fails. Okay, അപ്പോൾ കോഷ്യസ് റൂട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മോഡ് എക്സൻ റേസ് ടു 1 by n കണ്ടുപിടിക്കുക, അതിൻ്റെ ലിമിറ്റ് കാണുക. ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 1 the series converges absolutely. Okay, ഇനി മൂന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് റേഷ്യോ ടെസ്റ്റ് ആണ്. ഇൻസ്റ്റെഡ് ഓഫ് റൂട്ട് യു ഫൈൻഡ് ദ റേഷ്യോ. എക്സ് ഈക്വൽ ടു എക്സ് എൻ ഇസ് എ നോൺ സീറോ സീക്വൻസ് ആയിരിക്കണം, ബിക്കോസ് യു ആർ ഫൈൻഡിങ് റേഷ്യോസ്. ഓക്കെ, ഡിനോമിനേറ്ററിൽ വരും. സോ ഇറ്റ് മസ്റ്റ് ബി എ നോൺ സീറോ സീക്വൻസ് ആൻഡ് യു ഫൈൻഡ് ദ ലിമിറ്റ് മോഡ് എക്സ് എൻ പ്ലസ് 1 by xn. റേഷ്യോ എക്സ് എൻ പ്ലസ് 1 by xn എന്നുള്ള റേഷ്യോൻ്റെ ലിമിറ്റ് കാണുക. യു കോൾ ഇറ്റ് r ഈക്വൽ ടു ലിമിറ്റ് മോഡ് എക്സ് എൻ പ്ലസ് 1 by xn ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. ദെൻ നേരത്തെ പോലെ തന്നെയാണ് സിഗ്മ എക്സൻ ഇസ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് വെൻ r ലെസ് ദാൻ 1 ആൻഡ് ഇസ് ഡൈവേർജൻറ്റ് വെൻ r ഇസ് ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ദ ടെസ്റ്റ് ഫെയിൽസ് വെൻ r ഈക്വൽ ടു 1. ആൻഡ് മൂന്നാമത്തേത് റാബിസ് ടെസ്റ്റ്. അപ്പോൾ റേഷ്യോ ടെസ്റ്റും റൂട്ട് ടെസ്റ്റ് ആയാലും ഇപ്പോൾ റേഷ്യോ എന്ന് പറയുമ്പോൾ വി വിൽ ഫൈൻഡ് ദ റേഷ്യോ മോഡ് എക്സ് എൻ പ്ലസ് 1 by xn ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ലിമിറ്റ് ആസ് n tends to infinity. ആ ലിമിറ്റ് ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജൻ്റ് ആണ്, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവേർജൻ്റ് ആണ്. റൂട്ട് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ മോഡ് എക്സ് എൻ റേസ് ടു 1 by n, അതിൻ്റെ ലിമിറ്റ് കാണാം ആസ് n tends to infinity. ലിമിറ്റ് ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജൻറ്റ്, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവേർജൻറ്റ്. രണ്ട് ടെസ്റ്റും ഈക്വൽ ടു 1 ആകുമ്പോൾ ഫെയിൽ ആവും. റാബിസ് ടെസ്റ്റ് ഓക്കെ, റാബിസ് നമ്മൾ പറയുന്നു കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. ഇവിടെയും നോൺ സീറോ സീക്വൻസ് ആയിരിക്കണം. എക്സ് എൻ ബി എൻ നോൺ സീറോ സീക്വൻസ് ഇൻ ആർ ആൻഡ് ഫൈൻഡ് ദ ലിമിറ്റ് ലൈക്ക് ദിസ്. ലിമിറ്റ് n into 1 minus the ratio n into 1 minus xn plus 1 by xn, mod xn plus 1 by xn. അപ്പോൾ സി നമ്മളിവിടെ ഒരു 1 മൈനസ് ചെയ്യുന്നുണ്ട്. സോ ദർ ഇസ് എ ബിറ്റ് ഡിഫറൻസ്. ഓക്കെ, a equal to limit n into 1 minus mod xn plus 1 by xn whenever this limit exists, and then sigma xn is absolutely convergent when a is greater than 1. ഇവിടെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. റൂട്ട് ടെസ്റ്റ് ആയാലും റേഷ്യോ ടെസ്റ്റ് ആയാലും ലിമിറ്റ് ലെസ് ദാൻ 1 ആകുമ്പോഴാണ് അബ്സല്യൂട്ട് കൺവേർജൻസ്. റാബിസ് ടെസ്റ്റിന് ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോഴാണ് അബ്സല്യൂട്ട് കൺവേർജൻസ്, ആൻഡ് വെൻ a is less than 1 it is not absolutely convergent. Okay, and the test പിന്നെ a equal to 1 of course the test fails. ഇതാണ് 3 ടെസ്റ്റ്. ഇനി നമുക്ക് അതായത് സോ ഇപ്പോൾ നമുക്ക് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉണ്ട്, റേഷ്യോ ടെസ്റ്റ് ഉണ്ട്, റൂട്ട് ടെസ്റ്റ് ഉണ്ട്, റാബിസ് ടെസ്റ്റ് ഉണ്ട്. ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് 1-2 പ്രോബ്ലംസ് ചെയ്യാം. ടെസ്റ്റ് ഫോർ കൺവേർജൻസ്. ഓക്കെ, ഒന്നാമത്തെ പ്രോബ്ലം nth ടേമാണ് തന്നേക്കുന്നത്. അതായത് ഇറ്റ് ഈസ് ലൈക്ക് ദിസ് സിഗ്മ എക്സ് എൻ സിഗ്മ എൻ ഫ്രം 1 to infinity n by n plus 1 into n plus 2. ദിസ് ഇസ് ദ സീരീസ്. അപ്പോൾ nth ടേം ഇസ് given. ഓക്കെ, പ്രോബ്ലത്തിലായാലും നിങ്ങൾക്ക് എക്സാമിനായാലും മോസ്റ്റ്ലി nth ടേം ആയിരിക്കും തന്നിട്ടുണ്ടാവുക. എക്സ് എൻ ഈക്വൽ ടു n by n plus 1 into n plus 2. അപ്പോൾ ഇത് നമ്മൾ പിന്നെ എന്താണ് കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. എക്സ് എൻ പറഞ്ഞാൽ n by n plus 1 n plus 2. അപ്പോൾ ഒരു n ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി യു ആർ ഗെറ്റിംഗ് 1 by n into 1 plus 1 by n 1 plus 2 by n.
സി ദിസ് വിൽ ഗോ ടു സീറോ, ദിസ് വിൽ ഗോ ടു സീറോ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഒരു 1/n ആണുള്ളത്. അപ്പോൾ യു ക്യാൻ കമ്പയർ ഇറ്റ് വിത്ത് നമ്മൾ കമ്പാരിസൺ ടെസ്റ്റിന് എപ്പോഴും പിന്നെ പി സീരീസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 1/n ആണ് വരുന്നത്. അപ്പോൾ വി ക്യാൻ കമ്പയർ ഇറ്റ് വിത്ത് പി സീരീസ് വിത്ത് p ഈക്വൽ ടു 1, അല്ലെങ്കിൽ ഹാർമോണിക് സീരീസുമായിട്ട് കമ്പയർ ചെയ്യാം. സോ യു ടേക്ക് yn ഈക്വൽ ടു 1/n, ദെൻ ഫൈൻഡ് xn ബൈ yn. ഇതെല്ലാം പോസിറ്റീവ് സീക്വൻസ് ആയതുകൊണ്ട് മോഡ് xn ബൈ y എന്നുള്ളത് xn ബൈ yn എന്ന് എഴുതാം. ഫൈനലി യു ആർ ഗെറ്റിംഗ് ഇറ്റ് ഇസ് ഈക്വൽ ടു 1, നോട്ട് ഈക്വൽ ടു 0. സോ ബോത്ത് കൺവേർജ് ഓർ ഡൈവേർജ് ടുഗെദർ. ആൻഡ് നമുക്കറിയാം 1/n ഡൈവേർജൻ്റ് ആണ്, ആൻഡ് ദെർഫോർ ദ ഗിവൺ സീരീസ് ഇസ് ഓൾസോ ഡൈവേർജൻറ്റ്. ഓക്കെ, ഇനി ഇത് ഓരോ പ്രോബ്ലം ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ. ദ നെക്സ്റ്റ് ഇസ് n/2n. n/2n. 2n എന്ന് പറയുമ്പോൾ ഒരു nth പവർ ആണുള്ളത്. അത് nth റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആവും. സോ ഇങ്ങനെ പവറായിട്ട് വരുമ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് റൂട്ട് ടെസ്റ്റ്. ഓക്കെ, n/2n. x mod xn raised to 1/n എന്ന് പറയുമ്പോൾ n raised to 1/n, 2n raised to 1/n, ഡിനോമിനേറ്റർ 2i, ന്യൂമറേറ്റർ n raised to 1/n. പക്ഷെ നമുക്കറിയാം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n raised to 1/n is 1. So this becomes 1/2 which is less than 1. So absolute convergence. Okay. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തേത് നോക്കാം നമുക്ക്. n ഫാക്ടോറിയൽ ബൈ n raised to n. n ഫാക്ടോറിയൽ ബൈ n raised to n. അപ്പോൾ n raised to n ഉണ്ട്, പക്ഷേ ഇവിടെ n ഫാക്ടോറിയലും കൂടി ഉണ്ടല്ലോ. അപ്പോൾ n ഫാക്ടോറിയലിനെ നമുക്ക് റൂട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ റേഷ്യോ ടെസ്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഫാക്ടോറിയൽ വരുമ്പോൾ എപ്പോഴും റേഷ്യോ ടെസ്റ്റാണ് നല്ലത്. So xn plus 1 is n plus 1 factorial by n plus 1 raised to n plus 1. Now go for the ratio test. N plus 1 factorial by n plus 1 raised to n plus 1 by n factorial by n raised to n. അപ്പോൾ ഇത് മേലെ പോകുമല്ലോ. a by b by c by d എന്ന് പറയുന്നത് a by b ഇൻറ്റു d by c ആണ്. സോ റെസിപ്രോക്കലായിട്ട് മേലേക്ക് പോയി. സോ n plus 1 factorial by n plus 1 raised to n plus 1. ഇത് ക്യാൻസൽ ചെയ്യാം മാക്സിമം. ഈ n plus 1 ഫാക്ടോറിയലും n plus 1 raised to n plus 1 ഒന്ന് ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ മേലെ n ഫാക്ടോറിയൽ വരും, താഴെ n plus 1 raised to n വരും. ഓക്കെ, എന്നിട്ട് n മാക്സിമം പുറത്തേക്ക് എടുത്തിട്ട് ക്യാൻസൽ ചെയ്യാം. സോ ഈ ഇവിടെ ഒരു ഇതിലത്തെ n ഫാക്ടോറിയലും ഇതിലത്തെ n ഫാക്ടോറിയലും പോയി, ബാക്കി ഇവിടെ n plus 1 ഉണ്ട്. അപ്പോൾ ഒരു n plus 1 ക്യാൻസൽ ചെയ്യാം. അങ്ങനെ മാക്സിമം ക്യാൻസലേഷൻ ചെയ്യുക. സോ ഫൈനലി യു ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് മേലത്തെ n plus 1 ഉണ്ട്, പിന്നെ ഈ n raised to n പോയാൽ ഒരു n ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്, ഇത് 1 plus 1/n raised to n plus 1. അപ്പോൾ ഇതിൽ നിന്നും n ക്യാൻസൽ ആയാൽ 1 plus 1/n. അപ്പോൾ ഒരു 1 plus 1/n കൂടെ ക്യാൻസൽ ആവും. സോ ആസ് n tends to infinity the value will be ആൻഡ് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, 1 plus 1 സീക്വൻസിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദിസ് ലിമിറ്റ് n tends to infinity 1 plus 1/n raised to n is equal to e. അപ്പോൾ the value you are getting is 1/e which is less than 1, therefore the series converges absolutely. അപ്പോൾ ഇതുപോലെ അങ്ങ് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ക്യാൻസൽ ചെയ്യുക, മാക്സിമം ക്യാൻസലേഷൻ ചെയ്യുക, എന്നിട്ട് ഫൈനലി ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൽ നോൺ ലിമിറ്റ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. സോ ഇറ്റ് ഇസ് ബൈ റേഷ്യോ ടെസ്റ്റ് ഇറ്റ് ഇസ് കൺവേർജൻറ്റ്. അതുപോലെ അടുത്തത് n plus 1 raised to -1/2. അതിലും റേഷ്യോ ടെസ്റ്റാണ് ചെയ്യുന്നത്. റേഷ്യോ ടെസ്റ്റിൽ മാക്സിമം ക്യാൻസലേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പക്ഷേ ലിമിറ്റ് വരുന്ന 1 ലിമിറ്റ് 1 വന്നു കഴിഞ്ഞത് ടെസ്റ്റ് ഫെയിൽസ്. അപ്പോൾ വി ഹാവ് ടു ഗോ ഫോർ എപ്പോഴും റൂട്ട് ടെസ്റ്റ് അല്ലെങ്കിൽ റേഷ്യോ ടെസ്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഗോ ഫോർ റാബ്സ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ അത് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പമുള്ള റേഷ്യോ ടെസ്റ്റ് അല്ലെങ്കിൽ റൂട്ട് ടെസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ റാബ്സ് ടെസ്റ്റിലേക്ക് പോകാത്തത്. So now come to Raps test. Limit n tends to infinity n into 1 minus mod xn plus 1 by xn. അപ്പോൾ mod xn plus 1 by xn നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതന്നെയല്ലേ നമ്മൾ ചെയ്തത്. സോ സെയിം റേഷ്യോ ടെസ്റ്റ് തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മളിത് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് mod xn plus 1 by xn. അപ്പോൾ ഇനി അതിലേക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് 1 മൈനസ് ആയതുകൊണ്ട് മേക്ക് എ കോമൺ ഡിനോമിനേറ്റർ ആൻഡ് ക്യാൻസൽ ഓൾ ദ പോസിബിൾ ടേംസ്. n ഒക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി യു ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് 0. 0 ആണ് വാല്യൂ വരുന്നത്. 0 ഇസ് ലെസ് ദാൻ 1, ലിമിറ്റ് ലെസ് ദാൻ 1 ആയാലും ഡൈവേർജൻസ് ആണ് റാബ്സ് ടെസ്റ്റിൽ. ഓക്കെ, സോ സോ സിഗ്മ xn is divergent. അതുപോലെ അടുത്തത് ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഗോ ത്രൂ ദ പ്രോബ്ലംസ് ഡൺ. ഓക്കെ, വർക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള പ്രോബ്ലംസിൽ ഇപ്പോൾ റേഷ്യോ ടെസ്റ്റ് അല്ലെങ്കിൽ റൂട്ട് ടെസ്റ്റ് ഫെയിൽ ആകുമ്പോൾ യു ഹാവ് ടു യൂസ് റാബ്സ് ടെസ്റ്റ്.
ഓക്കെ, അതേപോലെ ഇപ്പോൾ ഇവിടെ 1-2 ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. 2n e raised to minus n nth പവറാണ്, സോ ബെറ്റർ യു യൂസ് റൂട്ട് ടെസ്റ്റ്, വേഗം കിട്ടും. 2 e raised to minus 1, 2/e less than 1. അതേപോലെ xn n raised to n e raised to minus n, ഇതും നോക്കൂ, രണ്ടും nth പവറാണ്, സോ n e raised to minus 1 and will go to infinity as n tends to infinity, so diverges. അപ്പോൾ അത് എളുപ്പം ചെയ്യാൻ പറ്റും. ആൻഡ് e raised to minus log n എന്ന് പറയുമ്പോൾ 1/n തന്നെയാണ്. ഈയും ലോഗും ക്യാൻസൽ ചെയ്യാൻ പറ്റുമല്ലോ. ആൻഡ് n ഫാക്ടോറിയൽ e raised to minus n square, അത് റേഷ്യോ ടെസ്റ്റ് വെച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി സി ലിമിറ്റ് n tends to infinity n plus 1 e raised to minus 2n minus 1 എന്നാണ് വരുന്നത്. അപ്പം when n tends to infinity this n plus 1 will go to infinity and this is e raised to minus infinity will go to 0. അപ്പം ഇൻഫിനിറ്റി ഇൻറ്റു 0 എന്നുള്ള രീതിയിൽ വരും. പക്ഷേ നമുക്കറിയാം ഓൾജിബ്രൈക്കിനെക്കാട്ടും എക്സ്പൊണൻഷ്യൽ ആണ് ഗ്രോത്ത് അല്ലെങ്കിൽ ഡീകെ ഫാസ്റ്റർ ആവുന്നത്. സോ ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ബിഫോർ ദിസ് റീച്ചസ് ടു ഇൻഫിനിറ്റി ദിസ് വിൽ ഗോ ടു 0. അപ്പോൾ ഇത് ഇൻഫിനിറ്റി ആവുന്നതിന് മുന്നേ തന്നെ ഇത് 0 ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു ഫൈനൽ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ തന്നെ ഇത് 0 ആണ്. 0 ഇൻറ്റു ദാറ്റ് നമ്പർ വിൽ ബി 0. സോ ഓൾ ടുഗെദർ വിൽ ഗെറ്റ് എ 0 വിച്ച് ഇസ് ലെസ് ദാൻ 1. ഫോർ ദ സീരീസ് ഡൈവേർജ്. ഇത് ടെസ്റ്റാണ്, റേഷ്യോ ടെസ്റ്റ് ആകുമ്പോൾ ഡൈവേർജൻ്റ് ആണ്, കൺവേർജൻ്റ് ആണ്. സോ റിമെമ്പർ, റൂട്ട് ടെസ്റ്റ് ആയാലും റേഷ്യോ ടെസ്റ്റ് ആയാലും ലിമിറ്റ് ലെസ് ദാൻ 1 ആകുമ്പോൾ കൺവേർജൻ്റ് ആണ്, ഗ്രേറ്റർ ദാൻ 1 ആയാലും ഡൈവേർജൻറ്റും. റാബിസ് ടെസ്റ്റിന് മാത്രം ലിമിറ്റ് ലെസ് ദാൻ 1 ആകുമ്പോൾ ഡൈവേർജൻസും ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ കൺവേർജൻസുമാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലംസൊക്കെ ചെയ്ത പ്രോബ്ലംസൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ.